ഈ ട്രംപ് ഒരു പൊങ്ങനാണെന്ന് തോന്നുന്നു. കാര്യം സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ പാക് യുദ്ധം ഇത് അതീവ ഗുരുതരമായിട്ട് പോകേണ്ട ഒന്നാണ്, ഞാൻ ഇടപെട്ടു, അതുകൊണ്ടാണ് ഇവരുമായിട്ടൊരു വലിയ വ്യാപാര കരാർ ഉണ്ടാക്കി അവരെ യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റുകയാണ് ചെയ്തത് എന്ന് സ്വയം അവകാശപ്പെടുകയാണ്. അപ്പോൾ ഈ സമാധാനത്തിൻ്റെ അട്ടിപ്പേറുമായിട്ട് നടക്കുന്ന ആളായി ട്രംപ് മാറുകയാണ്. ഈ രണ്ടാം ട്രംപ് ആദ്യ ട്രംപിൽ നിന്ന് തികച്ചും വിഭിന്നമാണ്. ഒന്നാം ട്രംപ് ഇങ്ങനെയുള്ള അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചിരുന്നില്ല. രണ്ടാം ട്രംപ് വന്നപ്പോൾ കാര്യങ്ങളൊക്കെ വഷളാണ്. ദിവസവും ഈ ക്ഷീരബല ആവർത്തിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരു യുദ്ധം ഒത്തുതീർപ്പാക്കിയെങ്കിൽ അത് പറയേണ്ടത് ട്രംപ് അല്ല, മറ്റുള്ളവരാണ്. അതെ, മറ്റുള്ളവരാണ് തീർച്ചയായിട്ടും പറയേണ്ടത്. ഇത് സ്വയം പറഞ്ഞു നടക്കുക, വേറെ ആരും പറയുന്നുമില്ല. ട്രംപാണ് തീർപ്പാക്കിയതെന്ന് പറയാൻ ഉള്ളതാകെ പാകിസ്ഥാനാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിഷ്യറി ആരാണെന്നുള്ളത് വ്യക്തമാണ്. ഇന്ത്യ പറയുന്നില്ല, ഇന്ത്യ നിഷേധിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ ട്രംപ് പറയുന്ന ഈ വങ്കത്തരം, ഈ പൊങ്ങച്ചം, അത് സപ്പോർട്ട് ചെയ്യാനോ ഒരാളുണ്ടെങ്കിൽ അയാളാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി. അത് നിഷേധിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ ബെനിഫിഷ്യറി അല്ല എന്നർത്ഥം. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പാകിസ്ഥാനാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി, അതിൻ്റെ ഗുണം അനുഭവിച്ചത്. വലിയൊരു യുദ്ധമുണ്ടായെങ്കിൽ തകർച്ച സംഭവിക്കുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടൽ അവർക്ക് വലിയൊരു തുണയായി, രാജ്യം നശിച്ചു പോകാതിരിക്കാൻ. ട്രംപിൻ്റെ വാക്ക് കേട്ടാതൊന്നും ഇവിടെ വലിയൊരു യുദ്ധമാണ്, നമ്മളിവിടെ യുദ്ധം, വലിയൊരു യുദ്ധം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആപേക്ഷികമായിട്ടത് ശരിയാ വലിയ യുദ്ധം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ യുദ്ധമല്ല, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്തു പറഞ്ഞുകൊണ്ടാണ്? വ്യാപാരത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്. വ്യാപാരത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരട്ടിയെന്നാണ് പറയുന്നത്. ഇതേ ഇപ്പോൾ 1 മാസത്തോളമായി വ്യാപാരത്തിലെ ഉള്ള ആ ഭീഷണി നിങ്ങൾ നടപ്പാക്കി കഴിഞ്ഞല്ലോ. നിങ്ങൾ ഒരു രാജ്യത്തിന് അത് കൊണ്ടുവരുന്ന സാധനത്തിന് മേലെ 50% വിലയിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും രാജ്യം അങ്ങോട്ട് കയറ്റുമതിയായി ചെയ്യൂ, ബുദ്ധിയുള്ള ഏതെങ്കിലും രാജ്യം. ആ അവസ്ഥയിലാണ് കഴിഞ്ഞ 2 മാസമായിട്ട് ഇന്ത്യ അതിനെ നേരിടുന്നില്ലേ? ഇന്ത്യക്ക് ഒരു കുന്തവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു നിസ്സാര കാര്യം ഉണ്ടാക്കുന്ന പേടി ഓർത്തുകൊണ്ട് ഇന്ത്യൻ പൗരന്മാരെ, അവരുടെ ജീവൻ ഭീകരവാദികൾക്ക് വിട്ടുകൊടുക്കുമോ ഇന്ത്യ? അതിൻ്റെ ലോജിക്ക് നമ്മൾ ആലോചിക്കണമല്ലോ. ഇത് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയ സംഗതി ഇപ്പോൾ ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പേടിച്ചോ? നിങ്ങളുടെ കാല് പിടിക്കാൻ വന്നോ? നിങ്ങൾ ഇങ്ങോട്ടാണ് വന്നത്. നിങ്ങൾ ഇങ്ങോട്ടാണ്. ഇന്ത്യയും ചൈനയും അതുപോലെ തന്നെ റഷ്യയും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് വട്ടിളകി എന്നുള്ളതല്ലേ സത്യം? ഇരുണ്ട ലോകത്തേക്ക് ഇന്ത്യ പോവുകയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നിട്ട് നിങ്ങളുടെ വ്യാപാരം നമ്പർ 2 ആയിട്ടുള്ള, അവിടുത്തെ ധനകാര്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തിയെ, രായിക രാമാനം, നിങ്ങൾ ഇന്ത്യയിലേക്ക് അയച്ച് ചർച്ചകൾ നടത്തുകയായിരുന്നു. നിങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയുമായിട്ട് ഞങ്ങളിപ്പോൾ ഒരു വലിയ കരാർ ഒപ്പിടാൻ പോകാൻ. ഇന്ത്യ പറഞ്ഞിട്ടില്ല. പീയൂഷ് ഗോയൽ അന്ന് പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഒരു രാജ്യവുമായിട്ട് കരാർ ഒപ്പിടുന്നത് പേടിച്ചിട്ടോ സമ്മർദ്ദത്തിന് വഴങ്ങിയുള്ള, ഞങ്ങളത് ആലോചിച്ച് ഇന്ത്യയുടെ ഗുണങ്ങൾ നോക്കിക്കൊണ്ട്. ഞങ്ങൾ അന്നും ഇന്നും അന്തസ്സായിട്ട് പറയുന്നു, ഒരു രാഷ്ട്രവുമായിട്ട് ഞങ്ങൾ വ്യാപാരം നടത്തുന്നത് ഞങ്ങളുടെ ലാഭം നോക്കിയും അതുപോലെ തന്നെ അന്താരാഷ്ട്രമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. റഷ്യയുമായിട്ട് കച്ചവടം നിർത്തിയോ? നിങ്ങളെ പേടിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഇന്ത്യ നിർത്തിയോ? ഇതുവരെ നിർത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇന്ത്യ പേടിക്കുന്നില്ല. നിങ്ങൾ വ്യാപാര കരാർ വ്യാപാരം നടത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കുന്തവുമില്ല എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇന്നലെയൊന്നും അല്ല. ഞങ്ങൾക്കെതിരെ 2 സാങ്ഷൻ, നിങ്ങളിപ്പോൾ ഇറാന് നേരെ നടത്തുന്നത് പോലെയുള്ള 2 സാങ്ഷനെ നേരിട്ട് കൊണ്ട് അതിൽ നിന്നൊരു പോറൽ പോലും ഏൽക്കാതെ നിന്ന രാജ്യമാണ് ഇന്ത്യ. ഒന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, മറ്റേത് AB വാജ്പേയിയുടെ കാലത്ത്. ആണവ സമ്പുഷ്ടീകരണത്തിൻ്റെ പേരിൽ, ആണവ വിസ്ഫോടനത്തിൻ്റെ പേരിൽ ഒക്കെ ആയിരുന്നു ഈ 2. ട്രംപ് പറയുന്നത് അതാണ്, രണ്ടുപേരും ആണവ രാജ്യങ്ങളാണ്. അതുകൊണ്ട് വലിയൊരു മഹായുദ്ധത്തിലേക്ക് പോകേണ്ട ഒന്നിനെ ഞാനിതാ പിടിച്ചു നിർത്തി. നിങ്ങൾ ഈ ട്രംപ് എന്ന് പറയുന്ന ആൾ എന്താ പറഞ്ഞത്? ആദ്യം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ പറഞ്ഞത്? ഇന്ത്യക്ക് തീർച്ചയായിട്ടും അവരുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനും അവരുടെ രാജ്യത്ത് നടന്ന തീവ്രവാദത്തിന് പ്രതികാരം ചെയ്യാനും അവകാശമുണ്ടെന്ന് പറഞ്ഞത് നിങ്ങളല്ലേ? നിങ്ങൾ ട്രാക്ക് മാറിയതിൻ്റെ കാര്യം
എപ്പോഴാണ് നിങ്ങൾ ട്രാക്ക് മാറി തുടങ്ങിയത്? നിങ്ങൾ മിണ്ടിയില്ലല്ലോ, ആദ്യം യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞില്ലല്ലോ. നൂർഖാൻ ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിൻ്റെ അവിടെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ കൃത്യതയോടുകൂടി ചെന്ന് പതിച്ചപ്പോൾ നിങ്ങളൊന്ന് ഞെട്ടി. പാകിസ്ഥാനിലൊരു ഭൂമികുലുക്കം ഉണ്ടായി. ആ ഭൂമികുലുക്കം ഉണ്ടായത് വെറുതെയൊന്നുമല്ല. അവിടെ നിങ്ങൾ കൊടുത്തു വച്ചിരുന്ന നിങ്ങളുടെ ന്യൂക്ലിയർ വേസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഭൂമികുലുക്കം ഉണ്ടായത്. അപ്പോഴല്ലേ അമേരിക്ക ഒന്ന് ഞെട്ടിയത്. നിങ്ങളുടെ അലമാരിയിലെ അസ്ഥികൂടങ്ങൾ ലോകം അറിയുമെന്നുള്ള പേടി കൊണ്ടല്ലേ നിങ്ങൾ ഞെട്ടിയത്. അപ്പോഴല്ലേ ഇത് അപകടമായി തീരും, ഇന്ത്യ നമ്മൾ കൊടുത്ത വേസ്റ്റ് മുഴുവൻ കത്തിക്കും, പാകിസ്ഥാൻ മുഴുവൻ റേഡിയേഷൻ ആവും എന്നുള്ള പേടി നിങ്ങൾക്ക് വന്നോ അപ്പോഴല്ലേ? അല്ല, നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നടത്തിക്കഴിഞ്ഞതിന് ശേഷം അത് ലോകം മുഴുവൻ നമ്മൾ അറിയിച്ചു. പ്രത്യേക ഗ്രൂപ്പ് തിരിഞ്ഞ് പല സന്ദേശവാഹകരെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നമ്മൾ വിട്ടു. അങ്ങനെ നമ്മൾ ഈ ഭീകരതയെ തകർത്തു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളെല്ലാം പ്രചരിപ്പിച്ചത്. പക്ഷെ പിന്നെയും ട്രംപ് ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ പുള്ളിക്കുണ്ട്. പുള്ളി ഒരു പൊട്ടനുമാണ്, വട്ടനുമാണ്. ഈ രണ്ടും ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാനഡ ഇങ്ങനെ വിലക്കി തരാം, ഏതെങ്കിലും രാജ്യം കൊടുക്കുന്നതാണോ? അതുപോലെ തന്നെ ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ് ഒക്കെ ഇങ്ങനെ തന്നേരും, ഞങ്ങൾ എടുത്തോളാം, ഇപ്പം എല്ലാം ഒരു ഓർഡർ. അതെ, നല്ല വില തരാം എന്നൊക്കെ പറഞ്ഞ് അതൊരു പൊട്ടൻ്റെ ലക്ഷണം. ഒരു ആളും അങ്ങനെ ചെയ്യത്തില്ല. രണ്ടാമത്തേത് വട്ടൻ്റെ ലക്ഷണം. ഞാൻ ഒരു ദിവസത്തിനകം ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം ഇപ്പം തീർത്ത് തരും. എവിടെയായി? പൂർവാധിക ശക്തിയായിട്ട് കഴിഞ്ഞ ദിവസവും അവിടെ പിന്നെ യുക്രൈൻ്റെ തലസ്ഥാനത്തെ കീവിലേക്ക് തന്നെ അവർ മിസൈലുകൾ അയച്ച് നശിപ്പിച്ച് നാറാണക്കല്ല്. ഗസയിൽ എങ്ങനെയാണോ ഇസ്രായേലിൽ നിന്ന് അതിൻ്റെ പതിറ്റടിയായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുക. അയൽ രാജ്യങ്ങളൊക്കെ പേടിച്ചിരിക്കുക. അതെന്ത് നിങ്ങൾക്ക് തടയാൻ പറ്റാത്തത്? എന്നിട്ട് മാത്രമല്ല, ട്രംപിൻ്റെ വ്യോമ തലത്തിലുള്ള, അതായത് യുദ്ധ വിമാനങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത്, നിങ്ങളുടെ മൂക്കിന് താഴെ അലാസ്കയിൽ വന്നിരിക്കുക. നിങ്ങൾ ട്രംപുമായിട്ട് എന്തോ വലിയൊരു സംഭവം, നിങ്ങൾ പുട്ടിനുമായിട്ട് എന്തോ ഒരു വലിയ സംഭവം നടത്തുമെന്ന് പറഞ്ഞ അലാസ്കയുണ്ടല്ലോ, ആ അലാസ്കയിൽ വിമാനങ്ങൾ, പോർവിമാനങ്ങൾ റഷ്യയുടേത് കൊണ്ടിരിക്കുക. എന്താ, നിങ്ങൾക്ക് ഒരു കുന്തവും ചെയ്യാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. വിവരം അറിയും നിങ്ങൾ. പുട്ടിൻ വളരെ കൂളായിട്ടായിരിക്കുന്നത്. കാരണം എൻ്റെ അർത്ഥം പുള്ളി ജയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങൾ എന്നിട്ട് അവിടെ അരിശം തീരാൻ അവൻ ആ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറയുന്ന പോലെ നിങ്ങൾ മണ്ടി നടക്കിയ ഇന്ത്യ, പാവപ്പെട്ട ഇന്ത്യ, പെട്രോളിന് ഏറ്റവും അധികം പണം ചെലവാക്കുന്ന ഇന്ത്യ കുറച്ച് ലാഭത്തിൽ പെട്രോൾ കിട്ടിയപ്പോൾ അത് കണ്ടുകൊണ്ട് നിങ്ങൾ ഇതുമൂലമാണ് ഇവൻ യുദ്ധം നടത്തുന്നതെന്ന് വിചാരിച്ച് പൊട്ടത്തരം കാണിച്ചുകൊണ്ട് ഇന്ത്യക്ക് സാങ്ഷൻ 25 ഏർപ്പെടുത്തി, ഇല്ലേ? അങ്ങനെയാണ്. ഇവിടെ ഈ അസീം മുനീർ ട്രംപിനെ നന്ദി പറയുകയും ചെയ്തു. കാരണം യുദ്ധം ഒഴിവാക്കിയല്ലോ എന്ന് പറഞ്ഞതിനെ കുറിച്ച്. അല്ല, ഇത് മാത്രമല്ല, ഏറ്റവും നമ്മുടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ ഒരു കാര്യം നടന്നു. ഷഹബാസ് ഷെറീഫിനും അസീം മുനീറിനും കൂടി ട്രംപ് ഇന്നലെ രാത്രി വലിയ ഡിന്നർ അവിടെ ഒരുക്കിയിരുന്നു. അങ്ങനെയാണ് പാകിസ്ഥാനെ കൂടെ പിടിച്ചിട്ട് ഹമാസുവിൻ്റെ ശത്രുക്കളാക്കി മാറ്റി പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതുകൂടുണ്ട്. ഹമാസിനെ ഇവർക്ക് എതിർക്കാൻ ഇച്ചിരി പേടിയുണ്ട്. കാരണം എന്താണ്? ഇവർ ഭീകരവാദം കയറ്റി അയക്കുന്ന രാഷ്ട്രമാണ്. ഹമാസിന് ഇവരുടെ സഹായവും കിട്ടുന്നുണ്ട്. മര്യാദയ്ക്ക് 2 എണ്ണം മുട്കൂട്ട കഴിച്ചോട്ട് പോകണം. ഇനി ഹമാസിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇന്ത്യയൊക്കെ തോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടും എന്നും പറഞ്ഞ് വെരട്ടിയാണ് രണ്ടെണ്ണത്തിനെയും വിട്ടേക്കുന്നത്. അത്രയേ ഉള്ളൂ. പാകിസ്ഥാൻ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും, നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞാൽ അത് കിടക്കും. പാകിസ്ഥാൻ ഇന്ത്യയുടെ അടുത്ത്, പ്രത്യേകിച്ച് മോദി ഇരിക്കുമ്പോൾ അതൊന്നും നടക്കത്തില്ല. മൻമോഹൻ സിംഗിൻ്റെ അടുത്ത് നടന്നിട്ടിരിക്കും. പക്ഷേ നിങ്ങൾ യുദ്ധം നിർത്താൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ രാജ്യം എന്താ പറഞ്ഞത്? നിങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞു യുദ്ധത്തിൻ്റെ കാര്യം സൈനിക കമാൻഡറോട്, വാർ ഓപ്പറേഷൻ്റെ കമാൻഡറോട് പറയാൻ പറഞ്ഞു. അദ്ദേഹത്തിന് അല്ലാതെ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ വേണ്ട. അത് സംസാരിക്കേണ്ടത് അമേരിക്കയിൽ നിന്നല്ല, സംസാരിക്കേണ്ടത് പാകിസ്ഥാനിൽ നിന്ന്, അവരുടെ കമാൻഡർ. അങ്ങനെ തന്നെയാണ് ജനറൽ നിയാസ് അന്ന് ജഗ്ജീത് സിംഗ് അറോറ എന്ന് പറയുന്ന നമ്മുടെ പട്ടാള മേധാവിക്ക് മുമ്പിൽ എങ്ങനെ കീഴടങ്ങി അതുപോലെ കീഴടങ്ങുകയായിരുന്നു ഇന്ത്യൻ പട്ടാളത്തിൻ്റെ മുമ്പിൽ. അതിൻ്റെ ഫോട്ടോ പക്ഷേ എടുത്തില്ല. അതുകൊണ്ടാണ് ട്രംപ് വീണ്ടും ഞാനാണ് എന്ന് പറയുന്നത്. ഈ ഞാനാണെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം ഈ മൂങ്ങുന്നതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ആ വഴിക്ക് ആ നൊബേൽ സമ്മാനം ഒന്ന് തരമായി കിട്ടിയ
എന്ന് വിചാരിച്ചാണ് ഇദ്ദേഹം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനാണ് അപ്പം എല്ലാ ആത്യന്തിക ലക്ഷ്യം നൊബേലാണ്, നോബൽ പ്രൈസിലാണ്. വാങ്ങിച്ചാണ്. ഇപ്പൊ ഇസ്രായേൽ സമാധാനം ഉണ്ടാക്കിയ നല്ല കാര്യം, എങ്കിലും ആത്യന്തിക ലക്ഷ്യം ഇത് തന്നെയാണ്. അവർ തമ്മിൽ ചിലപ്പോൾ രാത്രി ചർച്ച ചെയ്യടേ, നീ ഇന്നും സമാധാനപ്പെടേ, എന്തോന്നാണ് ഈ പരാക്രമം ഇങ്ങനെ ആളിനെ കൊല്ലുന്നത്, നീ നിർത്തിവെക്കുക തൽക്കാലം, നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കുന്നവരെ നീ നിർത്തിവെക്കുന്നതായിരിക്കും അഡ്ജസ്റ്റ്മെന്റ്. അത് കഴിയുമ്പോൾ പൂർവാധികം ശക്തിയോടെ ചിലപ്പോൾ തുടങ്ങും. ഈ മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ഇസ്രായേലും അത് കഴിയുമ്പോൾ തുടങ്ങിയേക്കും. കാരണം ഇന്ന് പറയുന്നതല്ല ഈ മനുഷ്യൻ നാളെ പറയുന്നത്. ഇന്ത്യയോടെ നിങ്ങൾ പോയി ആക്രമിച്ചു എന്ന് പറഞ്ഞ ആളാണ് ഈ യുദ്ധം നിർത്തിയത് ഞാനാണ്. രണ്ട് വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള എന്തോന്ന് വലിയ രാജ്യം 11 അല്ല. അപ്പം ഈ ലോകത്തിന്റെ മുഴുവൻ ഒരു അപ്പോസ്തലനായി മാറുകയാണോ എന്ന് സംശയം. അപ്പോൾ എന്നൊക്കെ ആഗ്രഹമുണ്ട് ലോകത്തിൻ്റെ മുഴുവൻ അപ്പോസ്തലൻ. ഇവയാൾ പോപ്പായിട്ട് മാറാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എൻ്റെ സംശയം. പുതിയ പോപ്പായിട്ട് ഇപ്പോൾ അമേരിക്കയിലെ പോപ്പാണിപ്പോൾ റോമൻ കത്തോലിക്ക സഭയുടെ പരിശുദ്ധ പിതാവ് ആണല്ലോ, വലിയ പിതാവ് അദ്ദേഹമാണ്. എന്ന് പറയുന്ന പോലെ അടുത്ത പോപ്പാവാനാണ് സമാധാന ശ്രമം കൂടെ. ഹോപ്പുണ്ടോ, പോപ്പാനുള്ള ഒരു ഹോപ്പ് കൂടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ. ബാക്കി എല്ലാ കാര്യം അങ്ങനല്ലേ. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന പാടില്ല. പോപ്പിനേക്കാൾ ശക്തമായിട്ട് പറയും ആണും പെണ്ണും രണ്ടേ ഉള്ളൂ ദൈവം സൃഷ്ടിച്ചത്, അതുകൊണ്ട് അത് മാറും. ആദമും ഹവ്വയും അവരുടെ പിന്തുടർച്ചക്കാർ, മൂന്നാവരണം വേണ്ട. അവർ പാവങ്ങൾ എന്ത് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെയാണ് അത് ഗർഭചിത്രത്തിന് വളരെ എതിർപ്പാണ് അദ്ദേഹം. റോമൻ കത്തോലിക്ക സഭ ഗർഭചിത്രത്തിന് എതിരാണ്. ആ ഒരു യാഥാസ്ഥിതികത്വം ഇദ്ദേഹത്തിനും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പോപ്പാവാൻ പരമയോഗ്യനായിട്ടുള്ള ഒരാളും കൂടിയാണ്, തെറ്റൊന്നുമില്ല അതിൽ. അപ്പം പക്ഷേ എനിക്ക് തോന്നുന്ന ഇദ്ദേഹത്തിൻ്റെ ന്യൂറോ മോട്ടോർ നെർവസ് സിസ്റ്റം കലശലായ പരിശോധനയ്ക്ക് വിധേയമാകുന്നതുകൊണ്ട്. കാരണം ഒരു പ്രസിഡന്റ്, അമേരിക്കയുടെ ഒരു പ്രസിഡന്റിന് ഒരു അന്തസ്സില്ലേ, ആ അന്തസ് കൈവിട്ടുകൊണ്ടുള്ള വർത്തമാനങ്ങളാണ്. ഞാനാണ് അത് ചെയ്ത്, ഞാനാണിത് ചെയ്ത്, ഇങ്ങനെ പറയാറുണ്ടോ? എട്ടുകാലി മമ്മൂഞ്ഞന്മാരെ പോലെ സംസാരിക്കാറുണ്ടോ അമേരിക്കയുടെ പ്രസിഡന്റ്? ഇങ്ങനെ ഇന്ന് ഉണ്ടായിട്ടില്ല. നമ്മൾ റോബർട്ട് ജോൺ എഫ് കെന്നഡിയെക്കുറിച്ച് കേൾക്കുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകളല്ലല്ലോ, നാട്ടുകാർ പറഞ്ഞ വാക്കുകളല്ലേ. എബ്രഹാം ലിങ്കണെ പറ്റി അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തിന് വലിയ എതിർപ്പുണ്ടായിരുന്ന ബൈഡൻ പോലും എബ്രഹാം ലിങ്കൺ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് ഒരാൾ കടന്ന് അതിഥി ചെന്നപ്പോൾ, പ്രമുഖനായ അതിഥി നോക്കിയപ്പോൾ സ്വന്തം ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ നിങ്ങളാണ് നിങ്ങളുടെ ഷൂ പോളിഷ് ചെയ്യുന്നത്? ശരി, അമേരിക്കൻ പ്രസിഡന്റുമാർ മറ്റുള്ളവരുടെ ഷൂ പോളിഷ് ചെയ്യാറില്ല പറഞ്ഞതാണ് എന്ന് പറയുന്ന പോലെ സിംപ്ലിസിറ്റിയുള്ള ആൾക്കാരാണ് അവിടെ. അദ്ദേഹം വലിയൊരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്നു വന്ന ആളുമാണ് എബ്രഹാം ലിങ്കൺ. അപ്പോൾ അങ്ങനെയുള്ള പ്രസിഡന്റ് ഐസൻഹോവർ മോശമാണോ? അങ്ങനെയുള്ള ആൾക്കാരിരിക്കുന്ന ഒരു രാജ്യത്ത് ഈ ഒരു ട്രംപ് കയറി വന്ന് ഞാനാണത് ചെയ്ത്, ഞാനാണിത് ചെയ്ത്. ഇത് ജനങ്ങളും ചരിത്രവും മാധ്യമങ്ങളും അല്ലേ അത് പറയേണ്ടത്? ഇയാൾ തന്നെ പറയുക ഇത് ചെയ്തതെന്ന് പറഞ്ഞ് ഒരൊറ്റ ലേഖനം ഇന്ന് വന്നിട്ടില്ല. ഇക്കണോമിസ്റ്റാണ് ഇതിനെ ശരിയായിട്ട് അനാലിസിസ് നിഷ്പക്ഷമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ യുദ്ധങ്ങൾ ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോകുന്നത് അവിടുത്തെ ജിയോ പൊളിറ്റിക്കൽ റിയാലിറ്റിയെ പറ്റി യാതൊരു വിവരവും ഇല്ലാത്ത ആളാണ് ട്രംപ്. അതുകൊണ്ടാണ് യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ യുദ്ധവും ഇങ്ങനെ നീണ്ടുപോകുന്നത്. അല്ല രാജേന്ദ്ര, ലോകത്ത് ഇനി മറ്റ് വേറെ പല യുദ്ധങ്ങളും നടക്കുന്നുണ്ട് നമ്മൾ അറിയാത്ത. ദൈവമേ, അത് പറഞ്ഞത് നന്നായി. സുഡാൻ, തെക്കൻ സുഡാൻ, വടക്കൻ സുഡാൻ, വെടിവെപ്പൊക്കെ നടന്നോട്ട്. എൻ്റെ ദൈവമേ, 3 കോടി ലക്ഷമല്ല 56 എണ്ണം. ഇതിനെക്കുറിച്ച് UN ഒരക്ഷരം പോലും പറയുന്നില്ല. ഒരു നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഈ യുദ്ധമൊക്കെ അവസാനിപ്പിക്കാൻ എന്താ ട്രംപിന് കഴിയുന്നില്ല? ശ്രദ്ധിക്കുന്നില്ല. കാരണം അവിടെ വലിയ പൊളിറ്റിക്സ് ഇല്ല, സാമ്പത്തികമില്ല, അറബ് രാഷ്ട്രങ്ങളെ പോലെ സമ്പത്തില്ല, ഇസ്രായേലിനെ പോലെ സയോണിസ്റ്റ് ലോബിയുടെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയമില്ല. സുഡാൻ പാവപ്പെട്ട ഗോത്രവർഗക്കാർ പരിവർത്തനം ചെയ്ത് മുസ്ലിങ്ങളായ രാഷ്ട്രമാണ്. അവിടെ 2 കക്ഷികൾ തമ്മിൽ നടത്തുന്ന യുദ്ധം കൊണ്ട് 3 കോടി കുട്ടികളാണ് പോഷകാഹാര ദാരിദ്ര്യം ബാധിച്ച്. ദൈവമേ, മൃഗങ്ങളെക്കാൾ കഷ്ടമായിട്ട് ഞാഞ്ഞൊലികളെപ്പോലെ പുഴുക്കളെ പോലെ നുളച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ 3 കോടി കുട്ടികളെ എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ജനസംഖ്യയിൽ അധികമായി 2 കോടി. അത്രയും കുട്ടികളെ കൊന്നു ഈ പട്ടാളക്കാർ. എന്നിട്ട് ഇവിടുത്തെ ഗർഭിണികളുടെ കണക്കാണ് എടുക്കുന്നത്. ഗസയിലെ 46 ഗർഭിണികളെ കൊന്നു, പട്ടിണിക്കാരെ കൊന്നു. 3 കോടി കൊന്ന രാഷ്ട്രങ്ങളെക്കുറിച്ച് ഒരു ഇസ്ലാമിക രാജ്യവും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനോ അങ്ങനെ അറബ് രാജ്യങ്ങളോ ഒരൊറ്റ രാജ്യം അതിനെക്കുറിച്ചൊന്നും പറയുന്നത്. കാരണം എന്താണ്? അവിടെ ഇതുപോലെ എണ്ണ ശേഖരമില്ല എന്നുള്ളതാണ്.
സുഡാനെ മറന്നു. ഒരു കാലത്ത് സിറിയയെ പോലെ ഈജിപ്തിനെ പോലെ അതെ. അതിൻ്റെ സമശീർഷമായിട്ട് നിന്നിരുന്ന ഒരു സംസ്കാര സമ്പന്നമായ രാഷ്ട്രമാണത്. വലിയ പാരമ്പര്യമുള്ള രാഷ്ട്രമാണ് സുഡാൻ. അവിടെയാണിപ്പോൾ ഇത് നടക്കും. ഒറ്റയാൾ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും, അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ഇൻട്രസ്റ്റ്, ഓരോ പാകിസ്ഥാൻ അതിൻ്റെ ഇൻട്രസ്റ്റ്, ഓരോ രാജ്യത്തിനും അതിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റ് ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പ്രശ്നമില്ല. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.